കെ കരുണാകരൻ്റെയും കല്യാണിക്കുട്ടിയമ്മയുടെയും സ്മൃതി മണ്ഡപത്തിൽ സുരേഷ് ഗോപി എത്തി പുഷ്പാർച്ചന നടത്തിയതാണ്. പത്മജ വേണുഗോപാലും ഒപ്പമുണ്ടായിരുന്നു. താൻ സ്വകാര്യ സന്ദർശനമാണെന്ന് പറയുമ്പോഴും പാർട്ടി പ്രവർത്തകർക്കൊപ്പമാണ് സുരേഷ് ഗോപി അവിടെ എത്തിയത്. കെ മുരളീധരൻ്റെ പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. എന്താണ് സുരേഷ് ഗോപി പറഞ്ഞത്? ഈ തൃശ്ശൂരിലെ യാത്രയുടെ ലക്ഷ്യം തിരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിനു ശേഷം മണ്ഡലത്തിൽ ഇന്നലെ പര്യടനം നടത്താൻ ഇരുന്നതാണ്. കുവൈറ്റിലെ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് മാറ്റിവെച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. ലൂർദ് മാതാ പള്ളിയിലും എത്തും. നേരത്തെ കിരീടം വലിയ വിവാദമായിരുന്നു. ഇപ്പോൾ സ്വർണ്ണ കൊന്ത നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? എന്തെങ്കിലും രാഷ്ട്രീയ മാനങ്ങളുണ്ടോ ഈ സന്ദർശനത്തിന്? അരുൺകുമാർ, തീർച്ചയായും ഇപ്പോൾ സുരേഷ് ഗോപി, ഞാനിപ്പോൾ നിൽക്കുന്ന ലൂർദ് മാതാ പള്ളിയിലാണ്. ഇപ്പോൾ നമുക്ക് കാണാം ഇടവക വികാരിയും ഇവിടുത്തെ ഭാരവാഹികൾ ഉൾപ്പെടെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ കാത്ത് നിൽക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലൂർദ് മാതാവിന് സ്വർണ്ണക്കൊന്ത സമർപ്പിക്കുന്നുവെന്ന് തന്നെയാണ്. തിരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിൽ ഇവിടെ എത്തി കിരീടം വെച്ചതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളുണ്ടായിരുന്നു. ആ വിവാദങ്ങൾക്ക് അപ്പുറത്തേക്ക് അദ്ദേഹം വിജയിച്ച് കയറുന്നതോടുകൂടി അത്തരം വിവാദങ്ങളൊന്നും അപ്രസക്തമായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതോടൊപ്പം ഈ രാഷ്ട്രീയ മാനം എന്ന് പറയുന്നത് ഈ തിരഞ്ഞെടുപ്പിൽ 2 ലക്ഷത്തിലധികം വോട്ട് സുരേഷ് ഗോപി നേടിയിരുന്നു. ക്രൈസ്തവ വോട്ടുകൾ നല്ല രീതിയിൽ സുരേഷ് ഗോപിക്ക് വന്നിട്ടുണ്ട്. ഈ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലുണ്ടായ ന്യൂനപക്ഷ വോട്ടുകൾ BJP സുരേഷ് ഗോപിക്ക് ലഭിച്ചു എന്നതും എല്ലാം കൂടി കണക്കിലെടുത്ത് നോക്കുകയാണെങ്കിൽ തൃശ്ശൂരിൽ കളം ഉറപ്പിക്കാൻ തന്നെ തീരുമാനിച്ച് ഇറങ്ങുകയാണ് സുരേഷ് ഗോപി. മുൻപ് താൻ അപമാനിക്കപ്പെട്ടു എന്ന് വ്യക്തിപരമായി പറഞ്ഞിരുന്നു. അതായത് മാതാവിന് സ്വന്തം ഇഷ്ടപ്രകാരം തൻ്റെ വഴിപാട് സമർപ്പിച്ചു, അതിനെ മറ്റു രീതിയിൽ വളച്ചൊടിച്ച് രീതിയിൽ ഉണ്ടായിരുന്നതിൽ ഒരുപാട് വിമർശിക്കപ്പെട്ട സുരേഷ് ഗോപി ഇപ്പോൾ വിജയം നുണഞ്ഞ് വീണ്ടും ലൂർദ് പള്ളിയിലെത്തുന്നു. ഈ തൃശ്ശൂരിനെ സംബന്ധിച്ച് തൃശ്ശൂർ ആർച്ച് ബിഷപ്പിൻ്റെ ആസ്ഥാന ദേവാലയമാണ് ലൂർദ് ദേവാലയം. അതുകൊണ്ട് തന്നെ ഈ തൃശ്ശൂർ ലൂർദ് ദേവാലയത്തിലെത്തി മാതാവിന് തൻ്റെ വിജയത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സ്വർണ്ണക്കൊന്ത സമർപ്പിക്കുകയാണ്. അല്പസമയത്തിനകം അദ്ദേഹത്തെ ഇപ്പോൾ അതിനു മുൻപ് കെ കരുണാകരൻ്റെ സ്മൃതി മണ്ഡപത്തിൽ അദ്ദേഹം പുഷ്പാർച്ചന നടത്തിയിരുന്നു. അത് അവിടെ വെച്ചും നാം നേരത്തെ തന്നെ അത് കാണിച്ചതാണ്. അവിടെ വെച്ച് അദ്ദേഹം പറഞ്ഞത് ഈ സന്ദർശനത്തിൽ, അതായത് കെ കരുണാകരൻ്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തുന്നതിൽ രാഷ്ട്രീയ മാനങ്ങളൊന്നും തന്നെയില്ല. കാലങ്ങൾക്ക് മുമ്പ് തന്നെ വ്യക്തിപരമായ ബന്ധം കെ കരുണാകരനുമായും ഉണ്ടായിരുന്നു. അതിനു മുൻപ് EK നായനാരുടെ വീട്ടിലെത്തി ശാരദക്കുട്ടി ടീച്ചറെ കണ്ടിരുന്നു. അത്തരത്തിൽ ഒരു രാഷ്ട്രീയത്തിനും അപ്പുറം തൻ്റെ ബന്ധങ്ങൾ വിപുലമാക്കുക, അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ എല്ലാ രാഷ്ട്രീയ തടസ്സങ്ങളെയും നീക്കി താൻ പൊതു സ്വീകാര്യനെന്ന നിലയിലേക്ക് ഉയരുക എന്നതടക്കമുള്ള വളരെ സ്ട്രാറ്റജിക്കലായിട്ടുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ സുരേഷ് ഗോപിയിൽ നിന്ന് ഉണ്ടാകുന്നത്. നേരത്തെ കെ മുരളീധരൻ പറഞ്ഞിരുന്നത് മുരളി മന്ദിരത്തിലേക്ക് ആരെയും RSSകാർ നിറങ്ങാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും പരാജയത്തോടുകൂടി കെ മുരളീധരൻ പൂർണ്ണമായും പിൻവാങ്ങിയിരിക്കുന്നു. ഇനി തൃശ്ശൂരിലേക്ക് ഇല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അദ്ദേഹം പോയത്. അതിനുശേഷമാണ് കെ കരുണാകരൻ്റെ സ്മൃതി മണ്ഡപത്തിൽ, അതുപോലെ തന്നെ കല്യാണിക്കുട്ടിയുടെ സ്മൃതി മണ്ഡപത്തിൽ വിജയത്തിന് ശേഷം പത്മജിയോടൊപ്പം വന്ന് പുഷ്പാർച്ചന നടത്തുന്നത്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ലൂർദ് പള്ളിയിലെത്തും. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. അദ്ദേഹത്തിന് ഇതൊരു വേണമെങ്കിൽ ഒരു മധുര പ്രതികാരം എന്ന് പറയേണ്ടി വരും. ലൂർദ് മാതാവിന് സ്വന്തം വഴിപാടെന്ന നിലയിൽ കിരീടം വെക്കുന്നു. ആ സ്വർണത്തിന്റെ അളവ് സംബന്ധിച്ച വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്നു. തിരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിലെല്ലാം ഒരു പരിധിവരെ ആളെ അപമാനിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ സ്വർണ്ണക്കൊന്തയുമായി അദ്ദേഹം എത്തുകയാണ്. എത്തിക്കാം. തൃശ്ശൂരിൽ ഭൂകമ്പമുണ്ട്, സുരേഷ് ഗോപിയുടെ സന്ദർശനമുണ്ട്. സ്വർണ്ണക്കൊന്ത കൊടുക്കാൻ വേണ്ടി സുരേഷ് ഗോപി അല്പസമയത്തിനുള്ളിൽ ലൂർദ് മാതാ പള്ളിയിൽ എത്തുകയും ചെയ്യും.